അപ്പം ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് പെരളശ്ശേരി അമ്പലത്തിലാണ്. നമ്മൾ രാവിലെ ഒരു 8:30ക്ക് വന്ന് ഒരു 9 മണി 9:30 ആകുമ്പോഴത്തേക്ക് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ വന്നത് അവിടുത്തെ കുളത്തിലാണ്. കുളത്തിൽ നിറയെ മീനുകളാണ്. ഇപ്പം കുറച്ച് വെള്ളം കുറവായതുകൊണ്ട് മീനുകളെല്ലാം ഇങ്ങനെ കരയിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ എന്നിട്ട് അതിൽ കാല് കഴുകുന്ന സമയത്ത് മീനുകൾ വന്ന് നമ്മളെ കാലുകൾ കുത്തുകയും ചെയ്യും. നമ്മൾ അധിക നേരം അങ്ങോട്ട് അതിൻ്റെ അകത്തുനിന്ന് കളിക്കാൻ നിന്നിട്ടില്ല. ഞാനെല്ലാം കലക്കി, പിന്നെ അനിയത്തിയെല്ലാം കലക്കി. ഞാൻ അവിടെ നിന്നിട്ട് അനിയത്തിയും മക്കളും ഞാനും പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ടുള്ളൊരു ഫോട്ടോസെല്ലാം എടുത്ത് ഈ പടേൻ്റെ മുകളിൽ നിന്ന് ഈ ഇതിൻ്റെ മുകളിൽ നിന്ന് എടുക്കാൻ നല്ല സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് എടുക്കാൻ നല്ല രസമായിരിക്കും, നല്ല വ്യൂസ് ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഞാൻ കണ്ടു. ഒരു പക്ഷി മീനെ പിടിക്കാൻ വന്നതാണ്. അത് കുറേ സമയം ഇങ്ങനെ മീനിനെ വാച്ച് ചെയ്ത് നിന്നു. ഏതാ സൈസ് എനിക്ക് കുക്കുക എന്നെല്ലാം നോക്കി. അപ്പോൾ കുറേ സമയം നോക്കിയത് ഞാൻ വിചാരിച്ചു പോയി, ഇത് കിട്ടൂല എന്തായാലും. ഞാൻ വീഡിയോ എടുത്ത് വെറുതെ നിൽക്കുന്നത് കാര്യമില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതാണെങ്കിൽ ഒരൊറ്റ നിൽക്കുന്ന അവിടെ നിന്ന് മാറുന്നില്ല. ഇപ്പോഴാണ് മെല്ലനെ അത് നടന്ന് അതിൻ്റെ സൈസിനൊത്തത് നോക്കി നിൽക്കുന്ന. അതാദ്യം ഇങ്ങനെ വന്ന് നിങ്ങൾ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നില്ലേ, അതേപോലെ ഇങ്ങനെ കുറച്ച് നേരം നിന്നാൽ പിന്നെ അതിനുശേഷം അതിങ്ങനെ കഴുത്തിങ്ങനെ നീട്ടി രണ്ടാമത്തെ നീട്ടലിന് അപ്പോൾ ഒരു മീനിനെ എടുത്ത് ഒരൊറ്റ പറക്കലങ്ങ് പറന്ന്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഇതിപ്പം നോക്കുന്നുണ്ടോ, എല്ലാം നോക്കുന്നുണ്ട്. വെള്ളം തെളിഞ്ഞ് വരുന്നവരിങ്ങനെ കാത്തു നിൽക്കുന്നതാണെന്ന് തോന്നുന്നു. അത് നോക്കി രണ്ടാമത്തേൻ്റെ അത്ത പറന്ന് അതെടുത്തിട്ട് പറക്കൽ പറന്ന്. പിന്നെ അത് ദൂരെ ഇരുന്ന ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്, അതിൽ ആ സ്റ്റെപ്പിൻ്റെ മുകളിൽ ഇരുന്ന് കഴിക്കുന്നുണ്ടത്. പിന്നെ നമ്മൾ എല്ലാം കാലെല്ലാം കഴുകി നമ്മളിപ്പം മുകളിലേക്ക് വന്നു. അപ്പം അനിയത്തിയാണെങ്കിൽ ചെറുതിനെ എടുത്തിട്ടാണ്. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് കയറാൻ പറ്റൂലല്ലോ. അങ്ങനെ മേലെ നിന്ന് നമ്മൾ മുകളിൽ കയറിയിട്ട് മേലത്തെ കുളത്തിൻ്റെ വ്യൂസായത് നല്ല അടിപൊളിയാണ്. ഫുള്ള് ഇതൊന്നല്ല, ഇതിൻ്റെ കുറച്ച് അങ്ങോട്ടെല്ലാം ഉണ്ട്, പക്ഷേ അത് ഉണ്ട്, വീഡിയോസിലുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തേക്ക് കയറി. അവിടുന്ന് അമ്പലത്തിൻ്റെ കയറുന്നതിനെക്കാട്ട് മുന്നിട്ടുള്ള വ്യൂസ് ഈ നമ്മൾ സൈഡിൽ നിന്നിട്ട് അവിടെ നിന്ന് എടുത്ത വ്യൂസാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അങ്ങനെ അമ്പലത്തിലേക്ക് കയറി അമ്മയും പിന്നെ മക്കളും ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിനുള്ളിൽ കയറി. കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ പോയ സമയത്ത് ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ ചെറിയൊരു തിരക്കൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ. അമ്പലത്തിൽ കയറിയ സമയത്ത് തന്നെ കാണുന്നത് ഒരു നാഗത്തിൻ്റെ ഒരു ഭണ്ണാരം, ഒരു ഇത് വെച്ചിട്ടുള്ള ഒരു ഭണ്ണാര കാണുന്നത്. പിന്നെ നമ്മൾ നേരെ അവിടെ ഇത് ബലിക്ക് സർപ്പബലി കഴിപ്പിക്കാനും മുട്ടയും പിന്നെ എള്ളു തിരിയെല്ലാം കഴിപ്പിച്ചായിരുന്നു. അതിൻ്റെ പ്രസാദം മേടിക്കാനെല്ലാം കയറി കഴിഞ്ഞു. മുട്ടയെല്ലാം കൊടുത്തു. പിന്നെ ഒരു ആലുണ്ട്, അതിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഒരാലുണ്ട്. ആലിൻ്റെ മുന്നിലത്ത് നിന്നിട്ട് ഫോട്ടോസ് എടുത്ത് നല്ല ഭംഗിയിൽ ആല് കാണാൻ. കുറേ ശാഖയിലായിട്ട് നല്ല രസമില്ല, വേര് പോലെയിലായിട്ട് നല്ല ഭംഗിയില്ലേ. പിന്നെ അതിനെ പുറത്തിറങ്ങിയ സമയത്ത് അവിടെ നിന്ന് നാഗത്തിൻ്റെ മുകളിൽ മഞ്ഞൾ ഇങ്ങനെ ഇട്ടതാണ് കണ്ടത് നിങ്ങളിപ്പോൾ. പിന്നെ അമ്മ പ്രസാദം എല്ലാം വാങ്ങിച്ചു. പിന്നെ നേരെ താഴത്ത് കൃഷ്ണൻ്റെ അമ്പലമാണ്. അവിടെ പോയി അവൻ്റെ മുന്നിലത്തെ ഫോട്ടോസ് എല്ലാം എടുത്ത് കുറച്ച് സമയം നിൽക്കണ്ട വന്നു അവിടെ. എന്നുവെച്ചാൽ അമ്പലത്തിന് നട അടച്ചിട്ടാണുള്ളത്. അപ്പം പിന്നെ ഇത് മക്കൾ കുറച്ച് നേരം മഞ്ചാടി ഉണ്ട് അവിടെ. മഞ്ചാടി വാരി കളിച്ചാൽ കുരുത്തക്കേട് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഉള്ള കുരുത്തക്കേട് പോരായിട്ട് പിന്നെയും വാങ്ങി കൂട്ടാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. ഇങ്ങനെ അതെല്ലാം ഇങ്ങനെ മഞ്ചാടീനെ കൂടി ഇങ്ങനെ കളിച്ചു. മക്കൾ കുറച്ച് ഫോട്ടോസിലെടുത്തു. ഞാൻ എന്നിട്ട് മഞ്ചാടി നല്ല രസമില്ലേ, നല്ല ചുവപ്പിൽ മഞ്ചാടി ഇങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയില്ലേ. അങ്ങനെ മൂന്നാളെ കയ്യിൽ മഞ്ചാടി നിറച്ച് പിടിച്ചിട്ട് അങ്ങനെ ഞാൻ ഫോട്ടോസ് എടുത്ത്. അതിനുശേഷം അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു വഴിപാട് കഴിപ്പിക്കുന്ന വെച്ചാൽ പഴവും താമരയും ആമ്പലുമായിട്ടുള്ള ഒരു തളികയിലാണുള്ളത്. കഴിഞ്ഞ് പുറത്തിറങ്ങിയോട് കഞ്ഞി കുടിച്ച ഗോതമ്പിൻ്റെ കഞ്ഞിയാണ്. ഗോതമ്പ്, ചെറുപയർ, പച്ചക്കായ്, പിന്നെ ഒരു പായസം ഉണ്ടോ, പാൽപ്പായസം, അതും കഴിച്ച് നേരെ പുറത്തിറങ്ങിയ സമയത്ത് മക്കൾക്ക് എന്തെല്ലോ സാധനങ്ങൾ വേണം, ബോൾ വേണം, അത് വേണം എന്നെല്ലാം പറഞ്ഞ സമയത്ത് ബോൾ വാങ്ങുന്ന സമയത്ത് അവിടെ ഒരു കടയിലത്തൊരു മാല ഇങ്ങനെ തൂക്കിയിട്ട് ഇതാണത്. അപ്പോൾ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ, ബായ്.